നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വിഷുസംക്രമത്തിന്റെ ഫലമായി ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അടുത്ത 2027 വിഷു വരെയുള്ള ഒരു വർഷ കാലയളവിൽ ഉണ്ടാകുന്ന പൊതുഫലത്തെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. 1201 മേടം 2, 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച ചതയം നക്ഷത്രത്തിൽ പകൽ 9:32 മേടവിഷു സംക്രമണം. ആദിത്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിൽ പ്രവേശിക്കുന്നതിനെയാണ് വിഷുവെന്ന് വിളിക്കുന്നത്. വിഷു സംക്രമത്തിന്റെ പൊതുഫലമാണ് ഇനി പറയുന്നത്. പുതുവർഷത്തിന്റെ തുടക്കമായ മേടം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുമ്പോഴും ഏപ്രിൽ 2 മുതലുള്ള ചൊവ്വ ശനി യോഗവും ലോകത്ത് പലവിധ മാറ്റങ്ങൾ ഉണ്ടാക്കും. വിഷു സമയത്തെ ഗ്രഹനിലയുടെ ഫലമായി നാശനഷ്ടങ്ങൾ വർദ്ധിക്കാനും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ ജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ജൂൺ 2 വ്യാഴമാറ്റത്തിന് ശേഷം സാവധാനം സമാധാനത്തിലേക്ക് പോകുന്നതാണ്. വിഷുഫലം ഒരിക്കലും ഗോചരാൽ ചിന്തിച്ചല്ല പറയുന്നത്. അതായത് നിലവിൽ കണ്ടകശനി, അഷ്ടമശനി, ഏഴര ശനി എന്നിവ ഉണ്ടെങ്കിലും അത് ഇതിൽ ബാധകമല്ല. വിഷു സംക്രമത്തിന്റെ ഫലമായി 18 നക്ഷത്രങ്ങൾക്ക് വളരെയധികം ഗുണമുണ്ടാകും. അതിൽ ആദ്യ ഷഡ്ഗത്തിൽ വരുന്ന നാളുകൾ ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്നിവയാണ്. ഇവർക്ക് വിഷുഫലം വളരെ നല്ലതാണ്. സൽകീർത്തി, കാര്യവിജയം, കർമ്മ പുരോഗതി, അംഗീകാരം, സാമ്പത്തിക നേട്ടം, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം പെട്ടെന്ന് നടക്കുക, അങ്ങനെയുള്ള എല്ലാം കൊണ്ടും നല്ലൊരു സമയമാണ് ഈ ഒരു വർഷക്കാലം. ഇനി ആദ്യ ഷഡ്ഗത്തിലുള്ളതായ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വിഷു സംക്രമത്തിന്റെ ഭാഗമായി എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വിഷു സംക്രമ പ്രകാരം വളരെ അനുകൂലമായ ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ആകാശഭൂതത്തിൽ ജനിച്ച ഉത്രട്ടാതി നക്ഷത്രക്കാർ ശാസ്ത്രജ്ഞാനം, ധർമ്മിഷ്ഠത, സത്യസന്ധത, ദയാദാക്ഷിണ്യം എന്നീ സ്വഭാവ ഗുണങ്ങൾ ഉള്ളവരാണ്. ഏതു സാഹചര്യങ്ങളുമായി വേഗത്തിൽ ഇണങ്ങിച്ചേരാൻ കഴിവുള്ള ഇവർ തെറ്റു ചെയ്തവർക്ക് മാപ്പ് കൊടുക്കാൻ സന്മനസ്സുള്ളവരാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർ ഗൃഹഭരണത്തിൽ നിപുണകളും അതിഥി സൽക്കാര പ്രിയരുമായിരിക്കും. പ്രായോഗികമായി ബുദ്ധിമതികളായ ഇവർക്ക് ആത്മാർത്ഥമായ പ്രോത്സാഹനം ലഭിക്കുകയാണെങ്കിൽ സ്വന്തമായി കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ അനുകൂലമാണ്. ഇവർക്ക് പുതിയ വരുമാന മാർഗം നേടാൻ സാധിക്കുകയും കുടുംബപരമായി ഉണ്ടായിരുന്ന കലഹങ്ങൾ നീങ്ങുകയും ചെയ്യും എന്നതാണ് ഇത്തവണത്തെ പ്രധാന വിഷുഫലം. ക്ഷേത്ര ഉത്സവാദികളുടെ ചുമതലകളോ നടത്തിപ്പോ ഏൽക്കേണ്ടതായി വരുന്നതാണ്. കൃഷികാര്യങ്ങളിൽ ശ്രദ്ധ കൂടുകയും പുതിയ കൃഷിരീതികൾ അവലംബിക്കാൻ ഇടയാകുകയും ചെയ്യും. ഇവർക്ക് വ്യാപാര രംഗം വിപുലീകരിക്കുന്നതിന് ആവശ്യമായ വായ്പകൾ ലഭിക്കും. മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം എന്നിവയ്ക്ക് വായ്പകൾ കൈക്കൊള്ളുന്നതിന് ഇടയാകും. കുടുംബസമേതം ആത്മീയ യാത്രകൾ നടത്താൻ സാധിച്ചേക്കാം. ഭാഗ്യാനുഭവങ്ങൾ തടസ്സം കൂടാതെ വന്നെത്തുന്നതാണ്. പഠനം, തൊഴിൽ ഇത്യാദികൾക്കായി വിദേശയാത്രകളും അതുകൊണ്ട് നാനാപ്രകാരേണയുള്ള പ്രയോജനങ്ങളും സിദ്ധിക്കും. വൈദ്യശാസ്ത്ര വിദഗ്ധൻ, കൗൺസിലർ, ധർമ്മസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ, ഗവേഷകൻ, തത്വശാസ്ത്രജ്ഞൻ, കവി, എഴുത്തുകാരൻ, സംഗീതജ്ഞൻ, ചിത്രകാരൻ, വ്യാപാരി, സർക്കാർ ജീവനക്കാരൻ, ചരിത്രകാരൻ, സെക്യൂരിറ്റി ഗാർഡ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉത്തമമായ സമയമാണ്. പിതാവിന്റെയും ഗുരുനാഥന്റെയും അനുഗ്രഹത്താൽ ഇവർക്ക് ഒന്നിലധികം വരുമാന മാർഗം കൈവരുന്നതാണ്. കൂടാതെ അതിൽ നിന്നെല്ലാം നീണ്ടു നിൽക്കുന്ന വരുമാനവും ഭാഗ്യലബ്ധിയും കൈവരും. ബിസിനസ്സിലും തൊഴിൽ രംഗത്തും ഉയർച്ചയുണ്ടാകും. ചെയ്യുന്ന ജോലിയിൽ മികച്ച വരുമാനം ലഭിക്കുകയും തനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജോലിമാറ്റം ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും. ജോലിസ്ഥലത്ത് പ്രമോഷൻ, ശമ്പള വർധനവ് മുതലായവ ലഭിക്കുന്നതിന് ഇടയാകും. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മികച്ച സർക്കാർ ജോലി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന തൊഴിലിൽ തൃപ്തിയില്ലാത്തവർക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും അനുകൂലമായ സമയമാണ്.
പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അഡ്മിഷൻ കിട്ടുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും സാധിക്കുന്നതാണ്. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈശ്വര അനുഗ്രഹത്താൽ നടന്നു കിട്ടും. വിഷുഫലം അനുകൂലമായതിനാൽ കൃഷി, കന്നുകാലി വളർത്തൽ മുതലായവയിൽ നിന്നെല്ലാം മികച്ച വരുമാനം ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും. വിദേശ രാജ്യത്തുള്ളവർക്ക് അവിടെ ഉണ്ടായിരുന്ന ചില കേസുകളും മറ്റും അനുകൂലമാകുകയും വിദേശത്തേക്ക് പോകാനുള്ള സാങ്കേതിക തടസ്സങ്ങൾ മാറുകയും ചെയ്യും. സാമ്പത്തിക നില ഉയരുന്നതിനാലും അപ്രതീക്ഷിത സൗഭാഗ്യത്താലും കടബാധ്യതകൾ ഒട്ടൊക്കെ പരിഹരിക്കാനാകും. നിലച്ചുപോയ തന്റെ വിദ്യാഭ്യാസം തുടരാനും അതല്ലെങ്കിൽ പഠിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിനും സാധ്യതയുള്ള കാലമാണ്. ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാക്ഷാത്കരിക്കാനാകും. കിടപ്പ് രോഗികൾക്ക് ആശ്വാസം കൈവരികയും ചെയ്യും. ഈ കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യവും മറ്റും ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും. തന്റെ വരുമാനത്തിലെ ഒരു ഭാഗം സമ്പാദ്യമാക്കി മാറ്റാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. പാരമ്പര്യ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത്. തീരെ ലാഭമില്ലാത്ത ബിസിനസ്സിൽ നിന്ന് പോലും ഏറെ ലാഭം നേടുവാൻ ഇവർക്ക് സാധിക്കും. ബിസിനസ്സിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനും പുതിയ ബിസിനസ് തുടങ്ങുന്നതിനും അനുകൂലമായ സമയമാണ് വരാനിരിക്കുന്നത്. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നതോടെ സാമ്പത്തിക വിഷമതകൾ മാറും. വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കാനിടയാകുകയും പുനർവിവാഹത്തിനായോ പ്രണയ സാഫല്യത്തിനായോ പരിശ്രമിക്കുന്നവർക്ക് അനുകൂല ഫലം ലഭിക്കുകയും ചെയ്യും. ഇതുവരെ കഷ്ടപ്പെടുത്തിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. അതല്ലെങ്കിൽ പുതിയ ചികിത്സ നേടുന്നതിന് അനുകൂലമായ സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത്. കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുവെ അനുകൂല ഫലങ്ങളുണ്ടാകും. കല, സാഹിത്യം, നൃത്തം, രചന മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പാരിതോഷികങ്ങൾ കൈവന്നു ചേരുന്ന ഒരു സമയമാണിത്. താൽക്കാലികമായി തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് തൊഴിൽ ലാഭം ഉണ്ടാകുന്നതിന് ഇടയാകും. തന്റെ എല്ലാ പ്രവർത്തികളിലും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമെല്ലാം സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കും. പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്ക് സാമുദായികമായോ മറ്റോ ചില പദവികൾ ലഭിക്കുന്നതിനും പൊതുജനങ്ങൾക്കിടയിൽ തനിക്ക് സ്വീകാര്യത കൈവരുന്നതും ഇവർക്ക് അനുഭവവേദ്യമാകും. ചില ഉപാസനാദി കാര്യങ്ങളെല്ലാം തുടങ്ങുന്നതിനും വളരെ അനുകൂലമായ ഒരു സമയമാണിത്. ഇവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാത്തതിന്റെ കാരണം അന്വേഷിക്കുക നിമിത്തമോ സ്വന്തം കാര്യലാഭത്തിനു വേണ്ടിയോ ഉപാസനകളോ മറ്റോ ഇവർ ഈ സമയത്ത് ആരംഭിക്കുന്നതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ശത്രുശല്യം മാറുകയും അതല്ലെങ്കിൽ വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ ശത്രുശല്യത്തിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇവർക്ക് സമൂഹത്തിൽ അധികാരമുള്ള സ്ഥാനവും മാന്യതയും ലഭിക്കും. നേരിടുന്ന എല്ലാ മത്സരങ്ങളിലും ഇവർ അനായാസം ജയിക്കും. പുതിയ നേതൃത്വ പദവി ഏറ്റെടുക്കുന്നതിനും തന്നോടുണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറുന്നതിനും തനിക്ക് സത്കീർത്തി കൈവരുന്നതിനും വിഷുവിന് ശേഷം ഇടയാകും. നിങ്ങളുടെ ജീവിതത്തിലെ ധനപരമായ പ്രശ്നങ്ങളോ ദുരിതങ്ങളോ നീങ്ങുന്നതിനായി നിങ്ങളുടെ നക്ഷത്ര പ്രകാരമുള്ള പരിഹാരത്തെക്കാൾ ഉപരി നിങ്ങളുടെ ജനന സമയത്തെ ഗ്രഹനില പ്രകാരമുള്ള ധനദേവതയെയോ ഉപാസനാമൂർത്തിയെയോ പ്രാർത്ഥിക്കുന്നതാണ് ഉത്തമം. പ്രസ്തുത ദേവതകളെയും വിശദമായ ഫലങ്ങളും അടങ്ങിയ ജാതകത്തിന്റെ PDF ലഭിക്കുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ മറക്കരുത്. പക്ഷേ അതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ദേവതയായ ശനിദേവനെ നിത്യവും പ്രാർത്ഥിക്കുന്നതോ അതല്ലെങ്കിൽ ശനിയാഴ്ചകളിൽ ശനിയുടെ അതിദേവതയായ ശാസ്താവിനെ ഭജിക്കുന്നതും വളരെ ഉത്തമമാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്താനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്.